ഹരി ഗുരുവായൂരപ്പ, ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ കഥകളും അത്ഭുതങ്ങളും കേൾക്കാൻ കഥമരച്ചോട്ടിലേക്ക് ഓടിയെത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് പൂന്താനത്തിൻ്റെ മോക്ഷപ്രാപ്തിയെക്കുറിച്ച് ഒന്ന് കേട്ടു നോക്കിയാലോ? എല്ലാവരും ഗുരുവായൂരപ്പനെ സ്മരിച്ച് ശ്രദ്ധാപൂർവം പൂർണ്ണമായി ഇത് കേൾക്കുക. ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരിൽ ആരെക്കാളും ഉപരിയാണ് പൂന്താനത്തിൻ്റെ പദവി. ഉടലോടെ, അതായത് ശരീരത്തോടെ വൈകുണ്ഠം പ്രാപിക്കുവാനുള്ള ഭാഗ്യം സിദ്ധിച്ച സുകൃതിയാണ് അദ്ദേഹം. വാർദ്ധക്യം മൂലം ഗുരുവായൂരിലെത്താൻ കഴിയാതെ വന്ന പൂന്താനം അങ്ങാടിപ്പുറത്തിനടുത്ത് ഇടത്തുപുറം ക്ഷേത്രം സ്ഥാപിച്ച് അവിടെ ഭജനയുമായി കഴിയുന്ന കാലം. വയസ്സ് 90 കഴിഞ്ഞിരിക്കുന്നു. നിത്യവൃത്തിക്കോ ഭഗവത് ഭജനത്തിനോ കോട്ടം തട്ടത്തക്കവണ്ണം ഒരവശതയും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ആണ്ടുപിറന്നാൾ അടുത്തു. ബന്ധുക്കളെയും ചാർച്ചക്കാരെയും മുഴുവൻ സദ്യക്ക് ക്ഷണിച്ചിരിക്കുന്നു. അതിവിപുലമായ സദ്യയുമൊരുക്കി പൂന്താനം ഇടയ്ക്കിടെ പറയും, പിറന്നാളിന് ഗുരുവായൂരപ്പനെയും ക്ഷണിച്ചിട്ടുണ്ട്, ഗുരുവായൂരപ്പൻ തീർച്ചയായും വരുമെന്നും താൻ കൂടെ മടക്കത്തിൽ ഭഗവാനെ അനുഗമിക്കുമെന്നും പൂന്താനം ഉറപ്പിച്ചു പറഞ്ഞു. ഒരു വൃദ്ധ മനസ്സിന്റെ ചാബല്യമായിട്ട് മാത്രമേ അത് ശ്രോതാക്കൾ ഗണിച്ചുള്ളൂ. സമയം ഉച്ചയോടടുത്തു. സദ്യക്ക് ഇല വെച്ചു. തെക്കിനിത്തറയിൽ പ്രത്യേകമായി വാട്ടല വെപ്പിച്ച് പൂന്താനം പരിഭ്രമിച്ചുകൊണ്ട് അവിടെയെല്ലാം ഓടി നടന്നു. ഇടയ്ക്കിടെ പടിപ്പുര വരെ പോയി നോക്കും. മടങ്ങി വന്ന് അതിഥികൾക്കുള്ള ഒരുക്കങ്ങൾ വേണ്ടതുപോലെ ആയില്ലേ എന്ന് നോക്കും. അങ്ങനെയിരിക്കെ പൂന്താനം പറഞ്ഞു, അതാ തേരൊച്ച കേൾക്കുന്നു, ഭഗവാൻ വന്നു തുടങ്ങി, ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം. പടിക്കലേക്ക് ഓടിയെത്തിയ പൂന്താനം മുൻപിൽ നടന്നുകൊണ്ട് ഭക്ത്യാദരപൂർവം ബാലഗോപാലനെ അകത്തേക്ക് ആനയിച്ചു. മറ്റുള്ളവർക്ക് ഭഗവാൻ അദൃശ്യനായിരുന്നത് കൊണ്ട് പൂന്താനത്തിന്റെ ചേഷ്ടകൾ വെറും ഗോഷ്ഠികളായിട്ട് മാത്രമേ കാണികൾ കരുതിയുള്ളൂ. തെക്കിനിത്തറയിൽ ആവണപ്പലകമേൽ പട്ടുവിരിച്ച് പൂന്താനം ഭഗവാനെ ഇരുത്തി ഓരോ ഭക്ഷണവും വിളമ്പിക്കൊണ്ട് ഉണ്ണികൃഷ്ണനെ മൃഷ്ടാനം ആഹാരം കഴിപ്പിച്ചു. പൂന്താനം ആഹാരമൊന്നും കഴിച്ചിരുന്നില്ല. ആ സമയത്ത് പൂന്താനം ഉറക്കെ പറഞ്ഞു, അതാ എനിക്കുള്ള വിമാനം വന്നു കഴിഞ്ഞു, ഞാൻ വൈകുണ്ഠത്തിലേക്ക് പോകുന്നു, ആർക്ക് വേണമെങ്കിലും എൻ്റെ കൂടെ പോരാം. ഇതൊരു വൃദ്ധന്റെ ജൽപ്പനമായിട്ട് മാത്രമേ കാണികൾ അപ്പോഴും കരുതിയുള്ളൂ. പെട്ടെന്ന് ഒരു ഇടിമിന്നൽ കാണപ്പെട്ടു. മിന്നൽ കഴിഞ്ഞപ്പോൾ പൂന്താനത്തെ അവിടെ കണ്ടില്ല. അതിനിടെ അടിയനും എന്ന് പറഞ്ഞുകൊണ്ട് പൂന്താനത്തിന്റെ ഭക്തിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്ന വൃദ്ധയായൊരു ദാസി മുന്നോട്ട് വന്നു. അവൾ ഉടൻ തന്നെ നിലത്ത് വീണ് പ്രാണൻ വെടിഞ്ഞു. തന്റെ ഭക്തി വിശ്വാസങ്ങളുടെ മഹത്വത്തിൽ അവളുടെ ആത്മാവും സായുജ്യം പ്രാപിച്ചിരിക്കാം. പൂന്താനത്തിന് മോക്ഷം സിദ്ധിച്ച ആ സ്ഥലത്തിന്റെ പവിത്രത സൂക്ഷിച്ചുകൊണ്ട് ഇന്നും ആ സ്ഥലം നിലനിൽക്കുന്നു. ഭക്തകവി പൂന്താനത്തിന്റെ ഇല്ലം സ്ഥിതി ചെയ്യുന്നത് പെരിന്തൽമണ്ണ നിലമ്പൂർ റൂട്ടിലെ കീഴാറ്റൂർ എന്ന സ്ഥലത്താണ്. ഗുരുവായൂർ ദേവസ്വം ബോർഡാണ് ഇപ്പോഴും ഇല്ലം സംരക്ഷിച്ചു പോരുന്നത്. ഏതാണ്ട് 500-600 വർഷങ്ങളോളം പഴക്കമുണ്ട് പൂന്താനത്തിന്റെ ഇല്ലത്തിന്. പൂമുഖത്തോട് ചേർന്ന അരമതിലിൽ ശ്രീകൃഷ്ണ വിഗ്രഹം വച്ചിരിക്കുന്നു. പൂന്താനം ഉടലോടെ വൈകുണ്ഠം പൂകിയത് ഇവിടെ വച്ചാണ്. പൗരാണികതയുടെ സൗന്ദര്യം മുഴുവൻ തുളുമ്പി നിൽക്കുന്ന പൂന്താനത്തിന്റെ കീഴാറ്റൂരുള്ള ഇല്ലം എല്ലാവരും ഒരിക്കലെങ്കിലും സന്ദർശിക്കുക. ഇത്രയും നേരം പൂന്താനത്തിനെക്കുറിച്ചും പൂന്താനത്തിന്റെ മോക്ഷപ്രാപ്തിയെക്കുറിച്ചും കേട്ടിരുന്ന എല്ലാവർക്കും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഹരി ഗുരുവായൂരപ്പ.